ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫെർഡിനാൻഡ് ഡി സൊസൂറിൻ്റെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് ആണ്. ലിംഗ്വിസ്റ്റിക്സിൽ നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റാത്തൊരു പേരാണ് സ്വിസ് ലിംഗ്വിസ്റ്റ് ആയിട്ടുള്ള ഫെർഡിനാൻഡ് ഡി സൊസൂർ. സൊസൂർ അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേര് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ജനിക്കുന്നത് 1857 മരണപ്പെടുന്നത് 1913. ഓക്കെ, അദ്ദേഹം ബുക്കായിട്ട് എഴുതിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ലെക്ചേഴ്സ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളാണ് മെയിനായിട്ട് പിന്നീട് ബുക്കുകളായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹം പല സെമിനാറുകളിലും സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്. അതിലാണ് അദ്ദേഹം ഈ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നൊരു ടേം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയാണ് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഫാദറായിട്ട് പറയുന്നത്. Structural linguistics is based on the idea that language is a self-regulating and self-contained system. അതായത് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് കൊണ്ട് ഭാഷ എന്ന് പറയുന്നത് അതിനെന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. അതിലെ എല്ലാ കാര്യങ്ങളും ഭാഷയ്ക്ക് സ്വയം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ അതിനെങ്ങനെ വേണമെങ്കിലും വളച്ചും മുളച്ചും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. മെയിൻ അതിന് വേണ്ടിയുള്ള ആ ഒരു ഗ്രാമർ സ്ട്രക്ചറിലേക്ക് നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റും, പല എലമെൻറ്റ്സ് ഉപയോഗിച്ച് ക്ലിയർ കട്ടായിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സെൽഫ് കണ്ടെയ്ൻഡ് സിസ്റ്റം, അതിൽ തന്നെ എല്ലാം ഉണ്ട് അല്ലേ. ലാംഗ്വേജിൽ എല്ലാ ടൈപ്പ് വേർഡ്സും ഉണ്ട്, ഇല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ട്. അത് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ തന്നെ എന്ത് ചെയ്താലും അത് അതിൻ്റെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഭാഷയുടെ ധർമ്മം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഈ സ്ട്രക്ചർ ലിംഗ്വിസ്റ്റിക്സിലൂടെ കുറച്ച് ടേംസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്നാമത്തെ ഒരു ഐഡിയ ആണ് ലോങ് ആൻഡ് പരോൾ, അല്ലെങ്കിൽ പരോൾ ആൻഡ് ലോങ് എന്ന് പറയുന്നത്. പരോൾ എന്ന് പറയുന്നത് ലിവിങ് ലാംഗ്വേജ് ഓർ ഇൻഡിവിജ്വൽ സ്പീച്ച് ആക്ട്സ്. അതായത് ഓരോ വ്യക്തിക്കും അവരുപയോഗിക്കുന്ന ആ ഭാഷ കൈകാര്യം ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലാണ് അല്ലേ. അതിനാണ് നമ്മൾ ഇഡിയോലെക്റ്റ് എന്ന് പറയാം. ഓരോ വ്യക്തിയും ഭാഷ കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയിൽ നിന്നും വ്യത്യാസം ഉണ്ടാവും അല്ലേ. അത് ഒരേ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ ഭാഷയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അതൊരോ വ്യക്തിയെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഒരു ഭാഷ ഒരു വ്യക്തി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെയാണ് ലിവിങ് ലാംഗ്വേജ് അല്ലെങ്കിൽ പരോൾ എന്ന് പറയുന്നത്. അതിൻ്റെ പെർഫോമൻസ് അല്ലേ. ഇപ്പോൾ ചോംസ്കിയുടെ കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ആ പെർഫോമൻസുമായിട്ട് റിലേറ്റഡ് ആണ് ഈ പറയുന്ന പരോൾ എന്ന് പറയുന്ന കാര്യം. നമ്മൾ ഭാഷ എങ്ങനെ ഉപയോഗിക്കുന്നു, സ്പീച്ച് ആക്ട് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ലോങ് എന്ന് പറയുന്നത് ഷെയർഡ് സിസ്റ്റം ഓഫ് ലാംഗ്വേജ് ഇൻ എ സൊസൈറ്റി അല്ലേ. നമ്മളെല്ലാവരും മലയാളമാണ് സംസാരിക്കുന്നത്, പക്ഷെ നമ്മളെല്ലാവരും മലയാളത്തിൻ്റെ പല രീതിയിലുള്ളതാണ് അല്ലേ. ഓരോ സ്ലാങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ ഡയലക്റ്റിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ സംസാരിക്കുന്ന മലയാളമാണ്, പക്ഷേ അത് കൈകാര്യം ചെയ്യുമ്പോൾ ചില വാക്കുകളുടെ ടോൺ വ്യത്യാസം വരാം അല്ലേ, സ്ട്രെസ് വ്യത്യാസം വരാം, അങ്ങനെ ചില മാറ്റങ്ങൾ വാക്കുകൾക്ക് വരാം. അങ്ങനെയാണെങ്കിലും നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്ന അക്ഷരമാല സെയിം ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ റൂൾസ് എങ്ങനെ, ഇപ്പം ഞാൻ ചായ കുടിച്ചു എന്ന് പറയുന്നത് അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. SOV എന്ന് പറയുന്നത് മലയാളത്തിനാണെങ്കിൽ, ഇപ്പോൾ SVO ആണെങ്കിൽ ഇംഗ്ലീഷ് അല്ലേ. ആ നൗൺ, വേർബ്, അഡ്ജക്റ്റീവ്, ആ ഒരു എഗ്രിമെൻ്റൊക്കെ തന്നെ എല്ലാവർക്കും സെയിം ആണ്. പക്ഷേ അത് കൈകാര്യം ചെയ്യുമ്പോൾ മാറ്റങ്ങളുണ്ടാവാം. അങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മൾ പോലും അറിയാണ്ട് ഭാഷയുടെ റൂൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ ലോങ് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും കോമൺ ആണ്. ഷെയർഡ് സിസ്റ്റം ഓഫ് ലാംഗ്വേജ് ഇൻ എ സൊസൈറ്റി അല്ലേ. ഇപ്പം നമ്മൾ മലയാളികളുടെ ഇടയിൽ ഒരു കന്നഡിക വന്നു, ഇല്ലെങ്കിൽ ഒരു ഹിന്ദി വാല വന്നു. അപ്പോഴെന്താണ് നമ്മൾ ഷെയർ ചെയ്യുന്ന ആ ഒരു സിസ്റ്റവുമായിട്ട് ഡിഫറെൻ്റ് ആണ്. മനസ്സിലായില്ലേ. നമ്മുടെ ഇടയിൽ വ്യത്യസ്തത ഉണ്ടെങ്കിലും ഷെയർ ചെയ്യുന്ന ആ ഒരു ലാംഗ്വേജിൻ്റെ സിസ്റ്റം സെയിം ആണ്. അതാണ് ലോങ് ആൻഡ് പരോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്ട്രക്ചർ എന്താണെന്ന് പറയാണ്. സ്പീക്കിംഗ് ഓപ്പറേറ്റ്സ് ഓൺലി ഓൺ എ ലാംഗ്വേജ് സ്റ്റേറ്റ് ആൻഡ് ദ ചേഞ്ചസ് ദാറ്റ് ഇന്റർവീൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ഹാവ് നോ പ്ലേസ് ഇൻ ഈദർ ദ സ്റ്റേറ്റ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് എല്ലാം ഇപ്പോൾ ഒരു കസേരയ്ക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്, ടേബിളിന് ഒരു സ്ട്രക്ചർ ഉണ്ട്, എല്ലാത്തിനും ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് ഒന്നിൽ നിന്നും മറ്റൊന്നിൽ വ്യത്യാസമാകുമ്പോഴാണ് നമ്മളതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് പറയുന്നത് അല്ലേ. അതാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പീക്കിംഗ് ഓപ്പറേറ്റ്സ് ഓൺലി ഓൺ എ ലാംഗ്വേജ് സ്റ്റേറ്റ് അല്ലേ. ഒരു ഭാഷയുടെ അവസ്ഥയിൽ മാത്രമാണ് സ്പീക്കിംഗ് നടക്കുന്നത് എന്നുള്ള കാര്യം. അടുത്ത അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് സിങ്ക്രോണിക് ആൻഡ് ഡയക്രോണിക് എന്ന് പറയുന്നത്. സിങ്ക്രോണിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്, ഡയക്രോണിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. സിങ്ക്രോണിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു
പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, ഒരു ചെറിയ കാലയളവിൽ നമ്മൾ ഭാഷയെക്കുറിച്ച് പഠിക്കുകയാണ്. ഭാഷ എന്ന് പറയുന്ന വലിയൊരു സിസ്റ്റമാണ് അല്ലേ. ആ സിസ്റ്റത്തിലെ ചെറിയൊരു ഭാഗത്തെക്കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ സിങ്ക്രോണിക് എന്ന് പറയുന്നത്. ഓക്കെ, ടു ഡിസ്ക്രൈബ് ദ പീസസ് ഓൺ എ ബോർഡ് അറ്റ് എ ഗിവൺ മൊമെന്റ്, സ്റ്റാറ്റിക് ലിംഗ്വിസ്റ്റിക്സ് എന്നും പറയും. അതായത് ഒരു ഗിവൺ മൊമെന്റിലെ ഭാഷയ്ക്ക് വരുന്ന വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ അതിലെയുള്ള ഭാഷ എന്ന് തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊറോണ സമയത്ത് ഒരുപാട് റൈറ്റിങ്സ് വന്നു, ഇല്ലെങ്കിൽ ഒരുപാട് സ്റ്റഡീസ് വന്നു. ആ സ്റ്റഡീസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, പുതിയ പുതിയ വാക്കുകൾ, അതിനെക്കുറിച്ച് മാത്രം പഠിക്കുകയാണെങ്കിൽ അതെന്താണ്, സിങ്ക്രോണിക് സ്റ്റഡിയാണ് അല്ലേ. ആ കൊറോണ എന്ന് പറയുന്ന ആ 2-3 വർഷ കാലയളവ് മാത്രം പഠിക്കുകയാണ്, ആ ഒരു സിറ്റുവേഷൻ മാത്രം പഠിക്കുകയാണ്. ഓക്കെ, അതേസമയം ഡൈക്രോണിക് ആണെങ്കിൽ എന്താണ്, ടു ഡിസ്ക്രൈബ് ഹൗ ദേ ഹാവ് റീച്ച്ഡ് ദീസ് പൊസിഷൻസ്. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊറോണ സമയത്ത് നമ്മൾ ചില വാക്കുകൾ ഉപയോഗിച്ചു. ഫോർ എക്സാമ്പിൾ ക്വാറന്റൈൻ അല്ലേ. ക്വാറന്റൈൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ആ സമയത്താണ് കൂടുതലായിട്ട് കേട്ടത്. അത്രയും കാലം നമ്മൾ ആ വാക്ക് കേട്ടിട്ടില്ല. അപ്പോൾ ആ വാക്കിന് പിന്നിലും എന്തുണ്ടാവും, ഒരു ഹിസ്റ്ററി ഉണ്ടാവും. ആ വാക്ക് ചിലപ്പോൾ ആ കൊറോണ ടൈമിൽ വന്നതല്ല, അതിന് മുമ്പേ ഉള്ളതായിരിക്കാം. അപ്പം അതിൻ്റെ വേര് തൊട്ട്, റൂട്ട്സ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഡൈക്രോണിക് സ്റ്റഡി. അതായത് ഒരു കാര്യം ആ ഒരു ടൈമിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ ആ അതിൻ്റെ യൂസ് മാത്രമല്ല, അതിൻ്റെ ചരിത്രം ഒക്കെ പഠിക്കുകയാണെങ്കിൽ, അത് ആ വാക്കിൻ്റെ തന്നെ എവല്യൂഷൻ പഠിക്കുകയാണെങ്കിൽ അതെന്തായി, ഡൈക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് ആയി. ഓക്കെ, അതാണ്. ഇപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന ക്വാറന്റൈൻ എന്നുള്ള വാക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ നിന്ന് വന്നായിരിക്കും. ആ ലാംഗ്വേജിൽ ആ വാക്കിന് വേറെ അർത്ഥം ഉണ്ടാവും. ആ വാക്ക് അവിടെ യൂസ് ചെയ്യാനൊരു ഹിസ്റ്ററി ഉണ്ടാവാം. അങ്ങനെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് പോകുന്നതാണ് ഡൈക്രോണിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അടുത്തൊരു കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ആസ് എ സിസ്റ്റം ഓഫ് സയൻസ്. അദ്ദേഹം പറയാണ്, ഭാഷ എന്ന് പറയുന്നത് ഒരുപാട് സയൻസിൻ്റെ ഒരു സിസ്റ്റമാണ്, അതായത് ഒരു ശൃംഖലയാണ്. ഒരുപാട് ചിഹ്നങ്ങൾ, സയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ചിഹ്നങ്ങൾ മാത്രമല്ല, നമ്മൾ എഴുതുന്ന ഓരോ വാക്കുകളും ഓരോ സയൻസാണ്. നമ്മൾ കാണുന്ന ഓരോ ചിത്രങ്ങളും ഇല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും എന്താണ്, സയൻസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ലാംഗ്വേജ് ഇസ് എ പ്രോസസ് ഓഫ് നെയിമിങ്, but this does not mean that ready-made ideas exist before words. So 65, but rather the linguistic sign unites not a thing and a name, but a concept and a sound image. For example പറയട്ടെ, നിങ്ങളൊരു മരത്തെ കാണുകയാണ്. അത് മരമാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അത് വേറെ എന്ത് വേണമെങ്കിലും ആവാമല്ലോ. അതിന് മരം എന്നുള്ള പേര് കൊടുത്തതുകൊണ്ട് ആ വസ്തു മരമാവണമെന്നില്ല. നിങ്ങളൊരു പൂച്ചയെ കാണുകയാണ്. ആ പൂച്ചക്ക് പൂച്ച എന്ന് പേരുള്ളത് കൊണ്ടല്ല അത് പൂച്ച ആകുന്നത് അല്ലേ. പൂച്ച അത് എന്താണ്, പട്ടി അതേ രൂപത്തിലല്ലേ ഉള്ളത്. എന്തുകൊണ്ടാണ് പൂച്ചക്ക് മാത്രം പൂച്ച എന്ന് പേര്? അപ്പോൾ ഒരു വസ്തുവും അതിൻ്റെ പേരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് ആര് പറയുന്നത്, സുസൂർ പറയുന്നത്. ഓക്കെ, അതാണ് ലാംഗ്വേജ് ഇസ് എ പ്രോസസ് ഓഫ് നെയിമിങ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ സാധനങ്ങൾക്ക് നമ്മൾ ഓരോ പേരിടുകയാണ് അല്ലേ, ഓരോ പ്രവർത്തിക്ക് നമ്മൾ പേരിടുകയാണ്. ബട്ട് ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് റെഡിമെയ്ഡ് ഐഡിയാസ് എക്സിസ്റ്റ് ബിഫോർ വേർഡ്സ്. എന്ന് കരുതി ഈ വാക്കുകൾക്ക് മുമ്പ് ഈ ഐഡിയ ഇല്ല എന്ന് വിചാരിക്കരുത്. ഈ പൂച്ച എന്ന് പറയുന്ന മൃഗം അല്ലെങ്കിൽ മരം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ലോകത്ത് പണ്ട് തന്നെ ഉണ്ട്, ആ വാക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലിംഗ്വിസ്റ്റിക് സൈൻ, അതായത് ലിംഗ്വിസ്റ്റിക്സിൽ സൈൻ കൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറയാണ്. അത് വെറും എന്തല്ല, ഒരു വസ്തുവിനിടുന്ന പേരല്ല, ഒരു പേരല്ല സൈൻ. പക്ഷെ എന്താണ് അത്, ആ ഒരു പേരിൻ്റെ ശബ്ദവും ആ പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു രൂപം ഉണ്ടാവും അല്ലേ, ആ രൂപം കൂടി ചേർന്നതാണ് എന്ത്, ലിംഗ്വിസ്റ്റിക് സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കസേര എന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ കൈയുള്ള കസേര ആയിരിക്കാൻ വരിക, ചിലപ്പോൾ ഒരു സോഫ ആയിരിക്കാൻ വരിക അല്ലേ, സോഫ പോലെയുള്ള, അല്ലെങ്കിൽ ഒരു ചാര് കസേര ആയിരിക്കും വരിക, അല്ലെങ്കിൽ പഴയൊരു മോഡൽ കസേര ആയിരിക്കും, സ്റ്റീൽ കസേരയാവാം, വുഡൺ ആവാം, ഏത് ടൈപ്പ് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, കസേരയാണ് എന്ന് കരുതി എല്ലാവരുടെ മനസ്സിൽ വന്നത് ഒരേ കസേരയല്ല. അപ്പോൾ ആ വാക്കും ആ വസ്തുവും തമ്മിൽ ബന്ധമില്ലെങ്കിലും അത് രണ്ടും ചേർന്നതാണ് എന്ത്, ലിംഗ്വിസ്റ്റിക് സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിഗ്നിഫയർ ദ മെൻ്റൽ ഇംപ്രഷൻ ഓഫ് ദ സൗണ്ട് ഇമേജ് ട്രീ. ഇപ്പോൾ ട്രീ എന്ന് വിചാരിക്കാം. ട്രീ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു മരത്തിൻ്റെ രൂപം വരും അല്ലേ. ചിലപ്പോൾ അതൊരു പെയിൻറ്റിങ് ആവാം, ഇല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഒരു മാംഗോ ട്രീ ആവാം, അല്ലെങ്കിൽ ഒരു കോക്കനട്ട് ട്രീ ആവാം. നിങ്ങളുടെ മനസ്സിൽ പല ട്രീസ് വരുന്നുണ്ടാവുക. ആ ട്രീ എന്ന് പറയുന്ന വാക്ക് സിഗ്നിഫയർ ആണ്. ഓക്കെ, സൈനിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അപ്പം നമുക്കൊരു സിഗ്നിഫയറും സിഗ്നിഫൈഡും കിട്ടും. അപ്പം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആ ചിത്രമാണെന്ത്, സിഗ്നിഫയർ. അതിന് നമ്മൾ കൊടുത്ത പേരാണെന്ത്, സിഗ്നിഫൈഡ്.
അതായത് മനസ്സിലുള്ള ഐഡിയ സിഗ്നിഫയറും അതിന് പേര് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് സിഗ്നിഫൈഡും. അപ്പം സിഗ്നിഫയറും ചേർന്നതാണ് സൈൻ എന്ന് പറയുന്ന കാര്യം. അതായത് നമ്മുടെ മനസ്സിലെ കോൺസെപ്റ്റ്, ആ ഐഡിയയും അതുപോലെ അതിന് കൊടുത്ത ശബ്ദചിത്രവും ചേർന്നതാണ് എന്ത്, സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സൈൻ എന്തായെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് വേർഡ്സ് ആർ ആർബിട്രറി എന്ന് പറഞ്ഞാൽ വാക്കുകൾ എന്താണ്, അത് ആപേക്ഷികമാണ്, അത് സിറ്റുവേഷനനുസരിച്ച് മാറാം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് ഈസ് പ്യൂർലി ആർബിട്രറി. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മരം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന മരവും ആ വാക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ പല ചിത്രങ്ങൾ വരുന്നത്. എല്ലാവർക്കും ഒരേ ചിത്രം വരണ്ടേ അങ്ങനെയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ വാക്കും ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന സാധനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ദേ ആർ ആർബിട്രറി. അത് വ്യക്തിപരമായി മാറിക്കൊണ്ടിരിക്കും. There is nothing that logically links a particular sound image to a concept. അതായത് അതുകൊണ്ട് തന്നെ ലോജിക്കലി നമ്മൾ യുക്തിപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു സൗണ്ട് ഇമേജിന് എന്തുമായി ബന്ധമില്ല, കോൺസെപ്റ്റായിട്ട് ബന്ധമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ചിലവർ പറയുമ്പോൾ ഞാൻ അതല്ല ഉദ്ദേശിച്ചതെന്ന് പറയുന്നത്. കാരണം എന്താ, അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ലാംഗ്വേജ് ഇസ് ആർബിട്രറി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേറൊരാൾ ഉദ്ദേശിക്കണമെന്ന് നിർബന്ധിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇറ്റ്സ് അപ് ടു ദ പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഒരു ചിത്രം ആബോ ട്രീ എന്താണ്. ആബോ എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജിൽ ട്രീ എന്നാണ് അർത്ഥം. അതിൻ്റെ ചിത്രം നോക്കിയാട്ടെ, ആ ചിത്രമാണ് നിങ്ങളുടെ മനസ്സിൽ വന്നത് അല്ല. അതുപോലെയാണ് ഹോഴ്സിൻ്റെ ചിത്രവും അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ആർബിട്രറിനെസ്സിനെ കുറിച്ച് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, സോസ അക്നോളജസ് ദാറ്റ് ടു പോസിബിൾ ഒബ്ജെക്ഷൻ ടു ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഓൾ സൈൻസ് ആർ പ്യൂർലി ആർബിട്രറി, ഓണമെന്റോപിയോ ആൻഡ് ഇന്റർജങ്ഷൻ. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കൂടെ പറയാണ്, ചിലപ്പോൾ എന്താണ് ഇങ്ങനെ ആർബിട്രറി എന്ന് പറയുകയാണെങ്കിലും എന്താണ് എല്ലാ സൈൻസും എന്താണ് പ്യൂർലി ആർബിട്രറി ആണ്. ഓണമെറ്റോപിയയും ഇന്റർജങ്ഷനും ചേർക്കുകയാണെങ്കിൽ, ഓണമെറ്റോപിയ എന്ന് പറയുന്നത് എന്താണ്, ഒരു മൃഗത്തിൻ്റെ സൗണ്ട് ചിലപ്പോൾ ഒരു വാക്കായിട്ട് വരാം. ഇപ്പം മ്യാവ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വാക്കാണ് അല്ലേ, പൂച്ചയുടെ ശബ്ദം. ഹിസ്സിങ് ഓഫ് സ്നേക്ക് അല്ലേ, പാമ്പ് ഹിസ് ചെയ്യുന്നതും എന്താണ്, ഒരു സൗണ്ടാണ്. അത് നമ്മൾ വേർഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബസ് ഓഫ് ദി ബി, ബസ് എന്ന് പറയുന്നത് എന്താണ്, ഓണമാറ്റോപ്പിക്കാണ്. അതുപോലെ ഇന്റർജങ്ഷൻ എന്താണ്, അയ്യോ അമ്മേ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ വാക്കുകളെയാണ് ഇന്റർജങ്ഷൻ എന്ന് പറയാം. നമ്മൾ പെട്ടെന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇന്റർജങ്ഷൻ. ഓ വാവ് എന്നൊക്കെ പറയുന്നത് ഇന്റർജങ്ഷൻസ് ആണ്. However, he claims these also only have meanings they have been agreed upon with the community. ഇപ്പോൾ നോക്കിയാട്ടെ, ഓണമാറ്റോപ്പിയോ അല്ലെങ്കിൽ ഇന്റർജങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, സയൻസ് അല്ലേ, അതിന് നമുക്ക് മെന്റൽ ഇമേജ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അതെന്താണ്, അതൊരു കോൺസെപ്റ്റാണ് എന്ന് കരുതി അത് ലാംഗ്വേജിൻ്റെ ഭാഗം അല്ലാണ്ടാവും ഇല്ല. അതുകൊണ്ടാണ് ആർബിട്രറി എന്ന് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പറയാണ്, ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ്, ഒരു കാര്യത്തിന് ആളുകളെല്ലാവരും കൂടി ഒരു മീനിങ് കൊടുക്കുകയാണ്. അതായത് അവിടെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അത് സൊസൈറ്റിയിൽ എഗ്രീഡാണ്, ആ കമ്മ്യൂണിറ്റിയിൽ എഗ്രീഡാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു മീനിങ് കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി സോസൂറും സ്ട്രക്ചറലിസവും തമ്മിലുള്ള ബന്ധം പറയുകയാണെങ്കിൽ, ലിറ്റററി സ്ട്രക്ചറലിസം ഫ്ലറിഷ്ഡ് ഇൻ ദ 1960s ആസ് ആൻ അറ്റംപ്റ്റ് ടു അപ്ലൈ ടു ലിറ്ററേച്ചർ ദ മെത്തേഡ്സ് ആൻഡ് ഇൻസൈറ്റ്സ് ഓഫ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ സ്ട്രക്ചർ ലിംഗ്വിസ്റ്റിക്സ് ഫെർഡിനാൻഡ് ഡി സൊസൂർ. ടെറി എഗിൾട്ടൺ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്, ലിറ്റററി സ്ട്രക്ചറലിസം ഫ്ലറിഷ് ആവുന്നത്, അതിന് നല്ലൊരു കാലഘട്ടത്തിലേക്ക് വരുന്നത് 1960 കാലഘട്ടങ്ങളിലാണ്. അദ്ദേഹം എന്താണ് ഈ സ്ട്രക്ചറലിസത്തിലെ മെത്തേഡുകൾ എന്തിലേക്ക് ഉപയോഗിക്കുകയാണ്, ലിറ്ററേച്ചറിലേക്ക് ഉപയോഗിച്ചപ്പോഴാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ദ അപ്ലിക്കേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് തിയറി ഓഫ് സ്ട്രക്ചറലിസം ടു ദ ലിറ്ററേച്ചർ ഇസ് ഇൻഫോംഡ് പ്രൈമറിലി ത്രൂ 3 elements ഡിഫൈൻഡ് ബൈ സൊസൂർ. അപ്പോൾ ഈ ലിറ്റററി തിയറിയിലേക്ക്, ലിംഗ്വിസ്റ്റിക് തിയറി എന്തിലേക്ക്, ലിറ്ററേച്ചറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്. എന്തൊക്കെയാണ്, languages are synchronic rather than diachronic, arbitrariness of the linguistic sign, linguistic value depends upon the difference. ഓക്കെ, ലിംഗ്വിസ്റ്റിക് വാല്യൂ എന്താണെന്ന് പറഞ്ഞുതരാം. ലിംഗ്വിസ്റ്റിക് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അതായത് നമ്മൾ ഒരു സാധനം മറ്റൊന്നിൽ നിന്ന് വ്യത്യാസമുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വസ്തുവിനെ തിരിച്ചറിയുന്നത് അല്ലേ. കസേര എന്ന് പറയുന്നത് മേശയല്ലാത്തതുകൊണ്ടാണ് നമ്മളതിനെ കസേര എന്ന് പറയുന്നത്. അതാണ് ലിംഗ്വിസ്റ്റിക് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈക്കോളജിക്കലി അവർ തോട്ട് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് എക്സ്പ്രഷൻ ഇൻ ദ വേർഡ്സ് ഇസ് ഓൺലി എ ഷേപ്പ്ലെസ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റീവ് മാസ്.
അല്ലേ? സൈക്കോളജിക്കലി നമ്മുടെ തോട്ട് എന്ന് പറയുന്നത് അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ചിലപ്പോൾ എന്താണ്, നമ്മുടെ മൈൻഡിലുള്ള കോൺസെപ്റ്റ് എന്താണ്, ഷേപ്പ്ലെസ് ആണ്, ഇൻഡിസ്റ്റിങ്ക്റ്റ് മാസ് ആണ്. Though their sound are like front and back of a piece of paper and paper makes the linguistic sign. എന്താണ്, സൗണ്ടും ചിന്തയും, അതായത് നമ്മുടെ മെൻ്റൽ കോൺസെപ്റ്റും സൗണ്ട് എന്ന് പറയുന്നത് ഒരു പേപ്പറിൻ്റെ രണ്ട് വശങ്ങളാണെങ്കിൽ ആ പേപ്പറാണ് എന്ത്, ലിംഗ്വിസ്റ്റിക് സൈൻ. രണ്ടും കൂടി ചേർന്നതാണ്. ഓക്കെ, ഒരു നാണയത്തിൻ്റെ ഈ രണ്ട് വശങ്ങൾ എന്ന് പറയുന്ന പോലെ. സോ വാല്യൂ ഇസ് ഡിറ്റർമിൻഡ് ബൈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൈൻ വിത്തിൻ ദ സിസ്റ്റം ഓഫ് സിഗ്നിഫിക്കേഷൻ, നോട്ട് ബൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്നിഫൈഡ് ആൻഡ് സിഗ്നിഫയർ. അതായത് വാല്യൂ, ഒരു ലിംഗ്വിസ്റ്റിക് സൈൻ്റെ വാല്യൂ, ലിംഗ്വിസ്റ്റിക് എന്താണ് അതിലെ ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ റിലേഷനാണ്. സിഗ്നിഫയറും സിഗ്നിഫൈഡും ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ അവർ തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിംഗ്വിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത്. അതായത് എല്ലാം പരസ്പരം എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ഈ ഒരു ലിംഗ്വിസ്റ്റിക് വാല്യൂ കൊണ്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.